നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നാളെ ഇന്ത്യയിലെ കർഷകർ അഭിമാനത്തിന്റെ പോരാട്ടം നടത്തുകയാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിനേക്കാൾ ഇന്ത്യൻ ജനത ആകാംക്ഷയോടെ കാണുന്ന കർഷകരുടെ ട്രാക്ടർ പരേഡ് ഈ രാജ്യത്ത് നടക്കുമ്പോ ഓർക്കുക പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇന്ത്യയിൽ കർഷകർ സംഘടിപ്പിക്കപ്പെട്ടത്? കർഷകർ ഒരു ദിവസം പെട്ടെന്ന് നരേന്ദ്രമോദിക്കെതിരെ സമരം നടത്തിയതാണോ? പെട്ടെന്ന് ഒരു ദിവസം ഓടിക്കൂടിയതാണോ? അല്ലേ അല്ല. ഇന്ത്യയിലെ കർഷകരെ സംഘടിപ്പിക്കാൻ CPIM-ന്റെ കർഷക സംഘടനയായ AIKS ഓൾ ഇന്ത്യ കിസാൻ സഭ വർഷങ്ങളായി ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ നടത്തുന്ന ഇടപെടലിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയവന്റെ പ്രസ്ഥാനം, ലോക്സഭയിൽ ദുർബലമായവന്റെ പ്രസ്ഥാനം, നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെ സംഘപരിവാരത്തിന്റെ കോർപ്പറേറ്റ് അജണ്ടകൾക്കെതിരെ ഈ രാജ്യത്തിന്റെ മുന്നിൽ കർഷകർ പിടിക്കുന്ന കൊടി ഈ ചെമ്പതാകയാണ്. പഞ്ചാബിൽ നിന്നുള്ള അകാലി ദളുകാർ അവരുടെ പച്ചക്കൊടി പിടിക്കുന്നുണ്ട്. പഞ്ചാബിലെ പാർട്ടി ശിരോമണി അകാലിദൾ അവര് പിടിക്കുന്ന പതാക ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ഇവിടുത്തെ മൊയന്ത് ലീഗ് പറയാ അവിടെ പച്ച ഉണ്ട്. എന്റെ ചങ്ങായി, അത് വേറെ പച്ചയാ. അത് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങളതാന്ന് വിചാരിച്ച് നടക്കണ്ട. കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കുക, പൗരത്വ നിയമം ഇനിയും ആവിഷ്കരിക്കപ്പെടും. പൗരത്വത്തിന്റെ പേരിൽ ഈ നാടിനെ വേട്ടയാടാൻ RSS തീരുമാനിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കിട്ടിയപ്പോ മാത്രമല്ലട്ടോ. നിങ്ങൾ നിർബന്ധമായും ഈ കാലഘട്ടത്തിൽ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. അത് വിചാരധാരയാണ്. ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യർ പരിശോധിക്കേണ്ട ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതാൻ പലകുറി ആവർത്തിക്കുന്നവന്റെ പേരാണ് ഗുരുജി ഗോൾവാൾക്കർ. RSSന്റെ 33 വർഷത്തെ സർ സംഘ് ചാലകിന്റെ പേരാ മാധവ സദാശിവ ഗോൾവാൾക്കർ. ആ ഗോൾവാൾക്കർ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ എവിടെയൊക്കെ മഹല്ല് കമ്മിറ്റികളുണ്ടോ അത് കുട്ടി പാകിസ്ഥാനാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളാണ്. മുസ്ലിമിനെ കുറിച്ചുള്ള വാക്ക് ലീഗ് നിങ്ങളോട് വിനയത്തോടെ ഇപ്പോഴും RSSന് വേണ്ടി കുഴലൂത്ത് നടത്തി RSSന്റെ വോട്ട് വാങ്ങുന്നവരുണ്ട്. ഞാൻ വിനയത്തോടെ ലീഗുകാരനോട് പറയാ, വിചാരധാരയുടെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. അതിൽ മുസ്ലിങ്ങളെ പറ്റി, ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയുന്ന ഒരൊറ്റ വാക്കുകൾക്ക് എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രത്തിനകത്ത് ന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്, അതിൽ ഗോൾവാൾക്കർ പറയുന്ന ഒരു വാക്കിങ്ങനെയാ, ഒരു യുദ്ധം നടക്കുന്ന വേളയിൽ സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന മനുഷ്യനോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളോട് പെരുമാറേണ്ടത്. മുസ്ലിം ആയി കഴിഞ്ഞാൽ, ക്രിസ്തു മതക്കാരനായി കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞാൽ അവൻ രാജ്യദ്രോഹിയായി മാറി എന്ന് പറയുന്നവനെ RSS. ആ RSS സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടിയുള്ള നമ്മുടെ സമരങ്ങളെ ഒറ്റുകൊടുത്തവന. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാൻ RSS ശ്രമിക്കുന്നു. RSSന്റെ പുസ്തകം വിചാരധാരയിൽ അവർ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും മൗലികമായ പ്രത്യേകതയാണ് ഫെഡറലിസം. ഇതൊന്നും പറഞ്ഞാൽ ലീഗർക്ക് മനസ്സിലാവില്ല. ഇവിടെ പാവൻ ലീഗിന്റെ ചെറുപ്പക്കാരുണ്ട്, ഓലൊക്കെ നാളെ നമ്മളെ ഒടിക്ക് വരാല്ല. എന്നാൽ ഈ മൂത്ത് ലീഗാണ് സ്വർഗം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ നിങ്ങളൊന്ന് ആലോചിക്ക്. ഇടതുപക്ഷം തോറ്റാൽ ആര് പറയും? ഞാൻ വെറുതെ, എനിക്ക് ആരോഗ്യക്കുറവുണ്ടായതുകൊണ്ട് അങ്ങനെ നിർത്തി പറയണം. വെറുതെ ഒരു ചോദ്യം, കാശ്മീർ പ്രശ്നം ഉണ്ടായല്ലോ, കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞല്ലോ. ലീഗ് കാശ്മീരിന്റെ വിഷയം വിശദീകരിച്ചുകൊണ്ട് പൊതുയോഗം നടത്തുന്ന എത്ര സ്ഥലത്ത് നിങ്ങൾ കണ്ടു? CPM-ന് എവിടെയൊക്കെ ലോക്കൽ കമ്മിറ്റി ഉണ്ടോ ആ ലോക്കൽ കമ്മിറ്റികളിൽ മുഴുവൻ കാശ്മീർ ഐക്യദാർഢ്യ സദസ്സ് നടന്നു. ഞാനടക്കമുള്ള ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന സഖാക്കൾ കാശ്മീർ വിഷയം പഠിച്ച് ഈ നാടിന്റെ മുക്കിലും മൂലയിലും പറഞ്ഞു. എന്തിനു വേണ്ടി? അത് കാശ്മീരിൽ മാത്രം നടക്കാനുള്ളതല്ല, ഇന്ത്യയിൽ മുഴുവൻ നടക്കാനുള്ളതാ. ഇന്ത്യൻ ഭരണഘടന നാളെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 71ാം പിറന്നാളാ. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ ഉണ്ട്, 1ാമത്തെ വകുപ്പ്, ഇന്ത്യ ഇൻടു എ.
ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രിയാമ്പിൾ, ഒന്നാമത്തെ ആർട്ടിക്കിൾ ഇങ്ങനെയാ: ഭാരത്, ഇന്ത്യ ഈസ് ഭാരത്, ദാറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ അഥവാ ഭാരതം അത് സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ്. ഭരണഘടന പറയുന്ന വാക്ക. ഇനി നോക്ക്, RSS. നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇപ്പൊ വലിയ ചർച്ച ഉണ്ട്. ഒന്നാമത്തെ ചർച്ച എങ്ങനെയാ? ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ, ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്ന ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെ വന്നാൽ എന്താവും അവസ്ഥ? നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ RSS ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുന്നത് പിണറായിയുടെ ഭരണം അവസാനിപ്പിക്കാനല്ല. നിങ്ങൾ പരിശോധിക്ക്, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യ ഈസ് ഭാരത്, RSS അവരുടെ പുസ്തകം 23-ാം അധ്യായം, ഏകഘടക രാഷ്ട്രം ആവശ്യം വിചാരധാരയിൽ ഗോൾവാൾക്കർ പറയുന്നു, ഭാരത് ഈസ് ഹിന്ദുസ്ഥാൻ, ദാറ്റ് ഈസ് ദ യൂണിറ്ററി സ്റ്റേറ്റ്. ഇന്ത്യ എന്നാൽ അത് ബഹുസ്വര രാജ്യമാണ്. ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ നാടാണ്. പല ജാതിയിൽപ്പെട്ടവർ, പല മതത്തിൽപ്പെട്ടവർ, പല ഭാഷ സംസാരിക്കുന്നവർ, പല വസ്ത്രം ധരിക്കുന്നവർ, പല ഭക്ഷണം കഴിക്കുന്നവർ ഈ രാജ്യത്ത് ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന നാടിന്റെ പേരാണ് ഇന്ത്യ. ആ ഇന്ത്യയെ ഒരു മതം മാത്രമുള്ള, ഒരു രാഷ്ട്രീയം മാത്രമുള്ള, ഒരു നിലപാട് മാത്രമുള്ള, ഒരു ഏകശിലാത്മകമായ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ RSS പരിശ്രമിക്കുമ്പോ സംഘപരിവാറിന്റെ അജണ്ടകളെ ചെറുത്തു തോൽപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിനകത്ത് മതേതര ശക്തികൾക്ക് കരുത്തുണ്ടാവണം. ആ കരുത്ത് ഇടതുപക്ഷത്തിന്റെ കരുത്താണ്. അതുകൊണ്ടാണ് RSSകാരൻ കേരളത്തിൽ, ഇന്ത്യയിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, ഒരുപാട് ലീഗ് നേതാക്കന്മാരുണ്ട്. ഒരു ലീഗ് നേതാവിനെതിരെ, ഒരു കോൺഗ്രസ് നേതാവിനെതിരെ, കോൺഗ്രസിന്റെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടില്ല RSSകാർ. RSSകാരൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ തലയെടുത്താൽ കോടികൾ വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ തലക്ക് കോടികൾ വാഗ്ദാനം ചെയ്ത കുന്ദൻ ചന്ദ്രാവത് എന്ന RSS നേതാവിനെ മറന്നിട്ടില്ല നമ്മൾ. എന്തുകൊണ്ട് സംഘപരിവാരം ഇടതുപക്ഷത്തെ ഭയക്കുന്നു? ഓർക്കുക പ്രിയപ്പെട്ടവരെ, ബാബരി പള്ളി പൊളിക്കും മുമ്പ് RSSകാരൻ പൊളിക്കാൻ പോയ ഒരു പള്ളിയുണ്ട് ഈ കേരളത്തിൽ. അത് തലശ്ശേരിയിലെ മെരുവമ്പായില. ബാബരിക്ക് മുമ്പ് RSSന്റെ വേട്ടപ്പട്ടികളുടെ കോമ്പല്ലുകളുമായി അവർ പാഞ്ഞെടുത്തു തലശ്ശേരിയിലെ മെരുവമ്പായി പള്ളിയുടെ മുന്നിലേക്ക്. അന്ന് തലശ്ശേരിയിലെ പള്ളി പൊളിക്കാൻ വന്ന സംഘപരിവാരത്തിന്റെ മുന്നിൽ ഈ പള്ളി പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പള്ളിക്ക് കാവൽ നിന്ന് RSSകാരൻ പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഇടനെഞ്ചിലേക്ക് കുത്തി കൊന്നുകളഞ്ഞത് CPIMന്റെ തലശ്ശേരിയിലെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് UK കുഞ്ഞിരാമന. RSS എന്തിന് പിണറായിയെ ഭയക്കുന്നു? RSS എന്തിന് പിണറായിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു? അത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായിയെ മാത്രമല്ല, പണ്ടൊരു പിണറായി ഉണ്ടായിരുന്നു, ഒരു 26 വയസ്സുകാരൻ ചെറുപ്പക്കാരൻ. അന്ന് തലശ്ശേരിയിൽ കലാപം നടന്ന കാലം, തലശ്ശേരി കലാപത്തിന്റെ കാലത്ത് 26 വയസ്സു മാത്രം പ്രായമുള്ള കേരളത്തിലെ പ്രായം കുറഞ്ഞ MLA ആയിരുന്നു അന്ന് പിണറായി. അന്ന് RSSകാരന്റെ കലാപശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ